ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് സ്കിന്നിലേക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണേ. അപ്പോൾ എല്ലാവരും ശരിക്കും ഞാൻ സ്കിന്നിലേക്ക് എല്ലാം നല്ലപോലെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചില ഹാക്കൊക്കെ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ട്രൈ ചെയ്തൊക്കെ നോക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്, ഉപയോഗിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ആ കാര്യങ്ങളാണ്, അതെന്തൊക്കെയാണെന്നുള്ളതാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണേ. അതിന് മുന്നേ നമ്മളൊരു ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു ഫാമിലി. അപ്പോൾ നമ്മളെ ഒരു ചാനൽ ബ്യൂട്ടി ടിപ്സ്, സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി അങ്ങ് പ്രസ് ചെയ്താൽ അങ്ങനെയാകുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാതെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് വേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാർ സോപ്പാണ്. അപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഫേസ് വാഷും ഉപയോഗിക്കുന്നുണ്ടാവും, ബാർ സോപ്പും രണ്ടും ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പം ബാർ സോപ്പ് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ആളുണ്ടാവും, ചില ആൾക്കാർ ഫേസ് വാഷ് മാത്രം ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ പല ടൈപ്പായിട്ട് പല രീതിയിൽ നല്ല റിസൾട്ട് കിട്ടും. ചിലപ്പോൾ മാറി മാറി ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ബാർ സോപ്പിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിലേക്ക് വരുമ്പോൾ നമ്മളെ pH ലെവലിൻ്റെ ചേഞ്ച് വരുത്താൻ കാരണമാവും കേട്ടോ. അപ്പോൾ നമ്മളെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ പെട്ടെന്ന് ഏജിങ് തോന്നാൻ വേണ്ടിയിട്ടും കൂടെ ഈ ഒരു ബാർ സോപ്പിൻ്റെ ഉപയോഗം ഉണ്ടാവും. അപ്പോൾ ഉപയോഗം കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ഈ ബാർ സോപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളത് മെല്ലെ മെല്ലെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരിക. ചിലപ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു ഇതിലേക്ക് മാറ്റി കൊണ്ടുവരാൻ പറ്റണമെന്നില്ല, ഫേസ് വാഷിലേക്ക് മാറ്റി കൊണ്ടുവരാൻ പറ്റണമെന്നില്ല. പക്ഷെ നിങ്ങളൊന്ന് അത് സ്റ്റോപ്പ് ആക്കുക, മനസ്സിലാക്കി വെക്കുക ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഡ്രസ്സിൽ കറ പോക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ക്ലീൻ ആവാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഉപയോഗം. പക്ഷെ അത് ക്ലീനൊക്കെ ആവും, പക്ഷെ നമ്മളെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ സ്കിന്നിലാണെങ്കിലും ഫേസിലാണെങ്കിലും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ pH ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു സോപ്പിനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യം ചെയ്യുന്ന ആളെ അതിനെക്കൊണ്ട് ഇത്രയും കാര്യങ്ങളും കൂടി മുമ്പർക്ക് ചെയ്തു വെക്കാനും കൂടെ പറ്റും. അപ്പോൾ ആ കാര്യം മനസ്സിലായിക്കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് വെച്ചാൽ ഫേസ് വാഷിൻ്റെ ഉപയോഗത്തിലേക്ക് മാറിക്കൊണ്ടുവരിക, ഈ ബാർ സോപ്പിൻ്റെ ഉപയോഗം ഒഴിവാക്കുക. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പെട്രോളിയം ജെല്ലിയാണ് കേട്ടോ. പെട്രോളിയം ജെല്ലി, വാസ്ലിൻ എന്നൊക്കെ പറയും. നമ്മൾ ഒരുവിധമൊക്കെ ഈ ഗൾഫിൽ നിന്ന് വന്ന, കൂടുതലും ഗൾഫിൽ നിന്നായിരിക്കും അത് വന്നിട്ടുണ്ടാവുക. ചില ടൈമിൽ നമുക്ക് അത് എന്താണെന്ന് പോലും അറിയില്ല. പക്ഷേ ഇപ്പം അത് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു സാധനം കൂടിയാണ് ഈ പെട്രോളിയം ജെല്ലി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്കിന്നിലൊക്കെ വരുന്ന ആക്സിമ പോലത്തെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ ഇത് ഉപയോഗിക്കുക എന്നല്ലാണ്ട് നമ്മൾ ഫേസിലേക്ക് വരുമ്പോൾ ഭയങ്കര മോയ്സ്ചറൈസ് ആയിട്ടും ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുമ്പോൾ ഒക്കെ നിങ്ങളത് ഫേസിലേക്ക് എടുത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഉപയോഗമുണ്ട്, അതിന് മാത്രം ഉപയോഗിക്കാൻ നോക്കുക. അല്ലാതെ എൻ്റെ അടുത്ത് ഇപ്പം ക്രീം ഇല്ല അപ്പോൾ വാസ്ലിൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. ഒരിക്കലും അങ്ങനെ ചെയ്ത് നമ്മളെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കാൻ തുടങ്ങും. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാസ്ലിൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലെയറും കൂടി നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മളെ സ്കിന്നിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അത് പിന്നെ കൂടുതലായിട്ട് പിമ്പിൾസ് വരാം. ഈ ഓയിലി സ്കിന്നുകാർക്ക് കേട്ടോ കൂടുതൽ വരുന്നത്. ഓയിലി സ്കിന്നുകാർക്ക് ഇത് നമ്മളിപ്പോൾ എന്താ പിമ്പിളിൻ്റെ മുകളിൽ ചില ആളുകളുണ്ടാവും മരുന്നിന് പകരം നമ്മൾ ഈ വാസ്ലിനൊക്കെ അപ്ലൈ ചെയ്യും. അത് കുറച്ച് ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും പിമ്പിൾ ഉണ്ടാവും, അതിൻ്റെ മുകളിൽ കുറച്ച് വാസ്ലിനൊക്കെ അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ചെയ്യുന്ന ആളുകളോട് എന്താ വെച്ചാൽ അത് ഒരു ഡ്രൈ ആയി പോവും. നമ്മളെ പിമ്പിൾ ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും. അതിൻ്റെ മാർക്ക് അങ്ങനെ പോകാൻ ഭയങ്കര ടൈം എടുക്കും. നിങ്ങൾ വാസ്ലിൻ അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കാം. നമുക്ക് സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഈ തണുപ്പ് കാലത്തൊക്കെ നമ്മൾ ലിപ്പിൻ്റെ സൈഡിലൊക്കെ അതൊക്കെ നമുക്ക് ചില സൈഡിലൊക്കെ ചെറുതായിട്ട് പൊട്ടലൊക്കെ വരുമ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് അധികം ആക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾ ഇത് ഈ സ്കിന്നിലേക്കൊക്കെ വാരി പൊത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ വേറൊരു ലെയറാണ് വരുന്നത്. വാസ്ലിൻ്റെ ഇതിൽ മുകളിൽ ഒരു ലെയർ വരികയാണ്. നമുക്കിവിടെ ഉള്ള ഒരു ചെറിയ പോൾസൊക്കെ അതൊക്കെ അങ്ങോട്ട് ഫില്ലായി അടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കലും പെട്രോളിയം ജെല്ല് നിങ്ങൾ എന്താ ചെയ്യുക ബാക്കിയുള്ള ഉപയോഗത്തിന്, അപ്പം നിങ്ങൾക്കറിയാം നമുക്ക് ചിലപ്പം ചില ആളുകൾ കാലിൻ്റെ വിണ്ട് കീറാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. അതുപോലെ ഈ എക്സിമ ഞാൻ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ ഉപയോഗിക്കുക. അല്ലാതെ നിങ്ങൾ ഫേസിലേക്ക് വാരി മുഖത്ത് മൊത്തം ആക്കുക. പിന്നെ ചില ആളുകളുണ്ടാവും നിങ്ങൾക്ക് ഈ ഐബ്രോസ് കൂടാൻ വേണ്ടിയിട്ട് അതിൽ അപ്ലൈ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാസ്ലിൻ വെച്ച് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ അടുത്തായിട്ട് നിങ്ങൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ ടൂത്ത് പേസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും ചില ഹാക്കൊക്കെ ചെയ്യാൻ വേണ്ടി ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് മൂക്കിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ ഇവിടെ കുറച്ച് ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുക. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയ ആളുകൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആവുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു വാരി അങ്ങ് തേച്ച് ഇത് നല്ല ബ്രഷ് എടുത്ത് മെല്ലെ മെല്ലെ ഇങ്ങനെ ആക്കാൻ തുടങ്ങിയപ്പോഴേക്ക് പുകയാൻ തുടങ്ങി. ഇവിടെയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് ഈ ഭാഗത്ത്.
രണ്ട് സൈഡും ഭയങ്കരമായിട്ട് പൊളിയാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആകും. അപ്പോൾ ഒരിക്കലും ഈ ടൂത്ത് പേസ്റ്റ് ഒന്നും എടുത്തിട്ട് നിങ്ങളെ ഫേസിലൊന്നും അപ്ലൈ ചെയ്യരുത്. പിന്നെ നിങ്ങളത് പിമ്പിളിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടാവും, അത് ഭയങ്കരമായിട്ട് പോവും, പെട്ടെന്ന് ഡ്രൈ ആയി പോകും നിൽക്കുക. ഇത് കരിഞ്ഞു പോകുന്ന പോലെ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എവിടേക്ക് ഒരു പെയിൻ, ഒരു ഇറിറ്റേഷൻ വരും, കുറച്ചൊരു എരിച്ചിലും പുകച്ചിലൊക്കെ മാറി വരും. നമ്മൾ എന്ത് ചെയ്യുക, ഈ ടൂത്ത് പേസ്റ്റ് നമ്മളെ സ്കിന്നിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ, അത് പിമ്പിളിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഇനി കരിഞ്ഞു പോവുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്ലാക്ക് മാർക്കും അത് പിന്നെ പോകാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ ഒരിക്കലും അത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കാര്യമാണ്. അപ്പം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒന്നും ഫേസിലേക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അഥവാ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഇതേപോലെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കുക, അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.